മനുഷ്യരോട് ലോകത്തിന്റെ പ്രവാചകൻ ആവർത്തിച്ചോർമ്മപ്പെടുത്തി, എന്തുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാത്തത്? 5 കാരണങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എണ്ണി പറഞ്ഞു. ഈ 5 കാരണങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ പ്രാർത്ഥന റബ്ബിന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. അവൻ എന്ത് അമലുകൾ ചെയ്തവനാണെങ്കിലും ശരി, എത്ര ഇബാദത്തിൽ മുഴുകിയവനാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ അരികിലേക്ക് ഒരു അടിമയുടെ പ്രാർത്ഥന റബ്ബിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്വഭാവം നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നല്ല കാര്യങ്ങൾ മറ്റൊരാളോട് പറയാതിരിക്കുക, തിന്മയായ കാര്യങ്ങളെ ചെറുക്കാതിരിക്കുക, അതിൽ നിന്നും നിരുത്സാഹപ്പെടുത്താതിരിക്കുക, തടയാതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. ഈ സ്വഭാവം മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. നന്മകൾ കൽപ്പിക്കാതിരിക്കുക, തിന്മകൾ തടയാതിരിക്കുക. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലതഅമുറുന്ന ബിൽ മഅറൂഫി, തീർച്ചയായും സദാചാരം കൽപ്പിക്കുകയും, വലതൻഹൗന്ന അനിൽ മുൻകരി, ദുരാചാരത്തെ തൊട്ട് തടയുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഔ ലയൂഷിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് അടയാൻ ഇടയുണ്ട്. തീർച്ചയായും റബ്ബിന്റെ അരികിൽ നിന്നുള്ള ശിക്ഷ, നിങ്ങളുടെ ഭാഗത്ത്, തന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് അടയ്ക്കാൻ ഇടയുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബ ലക്കും, നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയില്ല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ്. ഇന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട്, വയലു പറയുന്നവർ പറഞ്ഞാൽ മതി നന്മയും തിന്മയും ഒക്കെ. ഏതെങ്കിലും മൗലവിമാരെ കണ്ടിട്ട് പറയും, നാട്ടിൽ ഇങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കണം. ഖുതുബക്ക് വരുന്ന ഖതീബിനോട് പറയും, ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കണം. അതെന്തേ നമുക്ക് സംസാരിച്ച ആ സംസാരം എന്റെ ഭാഗത്തുനിന്ന് വരുമ്പം എന്റെ ജീവിതത്തിലുള്ള ചില പോരായ്മകൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കെതിരുള്ള കാര്യക്കാരെ കുറിച്ച് സംസാരിക്കണേ, ഏതെങ്കിലും ചില ആൾക്കാരെ ഏൽപ്പിക്കണം. ഇന്ന് സ്വന്തം മഹല്ലുകളിലുള്ള തിന്മകൾക്കെതിരെ അത് പാടില്ല, അത് നിങ്ങൾ ചെയ്യരുത്. ഞാനൊക്കെ തമാശക്ക് വേണ്ടി പറയാറുണ്ട്, കല്യാണത്തിന്റെ വിവരക്കേടുകൾ കാണിച്ചു കൂട്ടുമ്പോ ഇതിവിടെ നടക്കൂല എന്നൊരാളെ മുഖത്ത് നോക്കി പറയണേ, അവനാന്റെ കുടുംബത്തിലെ കല്യാണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന പോലെ കല്യാണം നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അത് പഠിക്കാത്ത കാലത്തോളം മറ്റൊരാളോട് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയണേ. ഖുതുബ ആരംഭിക്കുന്നതിന് മുൻപ് പതുക്കെ ചുവട്ടിൽ എന്നിട്ട് പറയും, ഞാൻ ഇവിടുത്തെ വലിയ ആളാണ്, നിങ്ങൾ കൊള്ളിക്കണട്ടോ ഈ ആർഭാടങ്ങളെ പറ്റിയൊക്കെ. ഈ നന്മ വിരോധിക്കാനും തിന്മ തടയാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്ന് ചില ആൾക്കാർ കൽപ്പിക്കുക, അത് പറയണം വേടാ, ഇത് പറയണം വേടാ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലോ പറയുന്നത്. ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാ. എന്തുകൊണ്ടാണ് നമുക്കത് സംസാരിക്കാൻ പറ്റാത്തത്? നമ്മളിൽ എന്തോ പോരായ്മണ്ടെന്ന് നമുക്ക് സ്വയം തോന്നുന്നത് കൊണ്ടാ. ആ തോന്നലുകൾ നമ്മളിലുള്ള കാലത്തോളം നമ്മളിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വേഷം കെട്ടല, അഭിനയമാ. അതുകൊണ്ട് തന്നെ നമ്മൾ അഭിനയം അറിയുന്ന റബ്ബ് നമ്മളോട് പറയുന്നു, ഫലാ തുസ്തജാബ ലക്കും, എന്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുകയില്ല, എനിക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല.